ما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد عموري وأعذني من شرور نفسي ومن سيئات أعمالي. شيخ الإسلام മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല നവാഖിദുൽ ഇസ്ലാം എന്ന് പേര് വച്ച അദ്ദേഹത്തിന്റെ റിസാലയിൽ, ആ ചെറു ഗ്രന്ഥത്തിൽ, ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുവഹിദ് ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പുറത്തു പോകുന്ന പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അതിൽ 8ാമതായിട്ട് അദ്ദേഹം പറഞ്ഞു, മുശ്രിക്കീങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ കാഫറുകളുമായിട്ടുള്ള ഒരു മുഅ്മിനിന്റെ ആത്മീയ ബന്ധമാണ്. അതേപോലെ മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി മുസ്ലിമീങ്ങൾക്കെതിരെ സഹായം ചെയ്യലും അവർക്ക് വേണ്ടി പണിയെടുക്കലും ഒക്കെയാണ്. അതിന്റെ മസലകൾ പറഞ്ഞ കൂട്ടത്തിൽ എങ്ങനെയായിരിക്കണം ഒരു മുസ്ലിം ഒരു കാഫറിനോട് ഇടപെടേണ്ടത്, ഏതൊക്കെ ജായിസാണ്, ഏതൊക്കെ ജായിസ് അല്ല, ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അവസാനമായി അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു വിഷയം, മുസ്ലിമീങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്ന കാഫിരീങ്ങൾ, മുസ്ലിമീങ്ങളും കാഫിരീങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്ത് ആ രാജ്യത്തിന്റെ നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. അവിടെ പോലെ ചർച്ചയില്ല. നമ്മള് ദാറുൽ ഹർബിൽ ജീവിക്കുന്നവരും അല്ല, യുദ്ധം അനുവദിക്കപ്പെട്ട രാജ്യത്തല്ല നമ്മൾ ജീവിക്കുന്നത്. ഏതുവരെ നമുക്ക് നമ്മളുടെ ഷഹാദത്തിന്റെ കലിമ ഉറക്കെ പറയാനും പ്രഖ്യാപിക്കാനും അതിലേക്ക് ആളുകളെ പ്രബോധനം ചെയ്യാനും ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യം നൽകപ്പെടുന്നുണ്ടോ, ആ രാജ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ദാറുൽ അംനാണ്, നിർഭയത്വമുള്ള രാജ്യമാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് വേറെ വിഷയം, അത് ദീനിന്റെ കണ്ടുകൊണ്ട് കാണുന്ന വിഷയങ്ങളുമല്ല. എന്നാൽ മുസ്ലിമീങ്ങളുടെ രാജ്യത്ത് മുസ്ലിം ഭരണാധികാരികൾക്ക് കപ്പം നൽകി ജിസിയ കൊടുത്ത് ടാക്സ് അടച്ച് ആ രാജ്യത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുന്ന കാഫറുകൾ, മുസ്ലിങ്ങൾ, അവരോട് പൊതുവെ ആ രാജ്യത്തുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന നിലപാട് അൽഅദ്ലു മഅഹും ഫിൽ മുആമലാത്ത്. നമ്മുടെ നാട്ടിൽ തീർച്ചയായും അങ്ങനെ വേണം. ഈ കൊടുക്കൽ വാങ്ങലുകളിൽ, കച്ചവടമിടപാടുകളിൽ പരസ്പരം നീതി ഉണ്ടാവുക എന്നുള്ളത് മുസ്ലിം ആണെങ്കിലും കാഫിർ ആണെങ്കിലും നിർബന്ധമുള്ള കാര്യമാണ്. ഒരാൾ മുവഹിദാണ്, മുഅ്മിനാണ്, മുസ്ലിമാണ്, അതുകൊണ്ട് നമുക്കും അയാൾക്കും തമ്മിലാണ് നീതി കൽപ്പിക്കപ്പെട്ടത്, കച്ചവടത്തിൽ അതിന് പറയപ്പെട്ടത്. മറ്റവൻ അമുസ്ലിമാണ്, അവനെ സംബന്ധിച്ചിടത്തോളം നീതിയുടെ നിയമം അയാൾക്ക് ബാധകമല്ല, അതുകൊണ്ട് അയാളോട് നീതി കാണിക്കേണ്ട കാര്യമില്ല. ഇല്ല, മുസ്ലിം ആവട്ടെ കാഫിർ ആവട്ടെ, അവർക്കിടയിൽ കൊടുക്കൽ വാങ്ങലുകൾ അതല്ലെങ്കിൽ കച്ചവടമിടപാടുകൾ പോലെയുള്ള കാര്യങ്ങളിൽ നീതി കാണിക്കൽ നിർബന്ധമാണ്. വലാ യജൂസു അൻ യുഗശ്ശു, ഒരിക്കലും ഒരു മുസ്ലിമിനാൽ ഒരു കാഫിർ വഞ്ചിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഒരാൾ കാഫിർ ആയതുകൊണ്ട് ഒരാളെ ചതിക്കാം, അയാളെ വഞ്ചിക്കാം, അപ്പൊ നമുക്ക് പ്രശ്നമില്ല. പ്രശ്നമില്ല എന്ന് മാത്രമല്ല, ചിലപ്പം അതൊരു പുണ്യകർമ്മമൊക്കെ ആയിരിക്കും എന്നൊക്കെ ചില ആളുകൾ ചിന്തിക്കും. അല്ല, ഒരിക്കലും ഒരു മുസ്ലിമിനാൽ ഒരു കാഫിർ ചതിക്കപ്പെടാനോ വഞ്ചിക്കപ്പെടാനോ പാടുള്ളതല്ല. ഔ യുബ്ഖസു ഹുഖൂഖഹു, അതല്ലെങ്കിൽ ഒരു കാഫിറായ മനുഷ്യന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹക്ക് അവതാളത്തിലാവുന്നൊരു രീതി ഒരു മുസ്ലിമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൂടാ. അതൊരു 5 പൈസന്റെ ഹക്കാണെങ്കിലും, ഒരു വാക്കിന്റെ ഹക്കാണെങ്കിലും, ഒരു ഉപദ്രവത്തിന്റെ ഹക്കാണെങ്കിലും, എന്ത് തന്നെയാണെങ്കിലും അതൊന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല, ജായിസല്ല. കാരണം
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൻ നഹ്ലിന്റെ 90-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു നിങ്ങളോട് നന്മ ചെയ്യാനും നീതി കാണിക്കാനും കൽപ്പിക്കുന്നുണ്ട്. വഇതാഇ ദിൽ ഖുർബ, ബന്ധുത്വമുള്ളവരോട് ഹക്ക് പൂർത്തിയാക്കാനും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, മോശമായ വെറുക്കപ്പെട്ട സംഗതികൾ എന്താണോ, ഒരു കാര്യം മോശമാണ് അല്ലെങ്കിൽ വെറുക്കപ്പെട്ടതാണ് എന്ന് ഒരു മുസ്ലിം തീരുമാനിക്കുക 2 നിബന്ധനകൾ വെച്ചിട്ടാണ്. ഒന്ന്, ഇസ്ലാം ഒരു കാര്യത്തെ മോശമായി കണ്ടു, അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഫഹ്ശായിലും മുൻകറിലും പെട്ടതാണ്. അതൊരിപ്പം കാഫിർ അല്ലെങ്കിൽ മുശ്രിക്ക് അതല്ലെങ്കിൽ ഒരു ഗൈറു മുസ്ലിം അതിനെ മുൻകറായി കാണണം എന്നില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഗാനമേള. കാസർഗോഡ് ഹനാൻ ഷാന്റെ ഗാനമേളക്ക് ആള് വന്നിട്ട് അടിയായി പിടിയായി എന്തൊരവസ്ഥ. ഫുൾ മുസ്ലിം ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും മുസ്ലിമീങ്ങളെ തന്നെ പറയാറുള്ളൂ. എന്തോരു തിരക്ക്, എന്തോരാണ് അവിടെ, എന്തൊക്കെ പ്രശ്നങ്ങള്. ഞങ്ങൾ ഗാനമേളക്ക് വന്നതാണ്. അതേസമയത്ത് ദീനിന്റെ സദസ്സ് വെച്ചാലോ തൗഹീദിന്റെ പ്രഭാഷണം വെച്ചാലോ സുന്നത്ത് പറയാനുള്ള ഒരു അവസരം, സുന്നത്ത് കേൾക്കാനുള്ള അവസരം കൊടുത്താലോ ആരുമില്ല. ഇതാണ് ഉമ്മത്തിന്റെ അവസ്ഥ. എന്നിട്ട് ആ ഉമ്മത്തിന് വേണ്ടിയാ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ദുആ കബൂലാവാനുള്ള നിബന്ധനകൾ എന്താണെന്നറിയാം? ദുആ ചെയ്യുന്ന ആളും ദുആ ചെയ്യപ്പെടുന്ന ആളും അതിന് അഹിലിയത്ത് വെക്കുന്ന ആളായിരിക്കണം, അർഹതയുള്ള ആളായിരിക്കണം. നല്ല ദുആ കബൂലാവുള്ളൂ. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നാളെ മഹ്ശറിൽ ഖിയാമത്ത് നാളിൽ നൽകപ്പെടുന്നതിന് ശുപാർശ ചെയ്യുന്ന ആൾക്കും അള്ളാഹു അനുവാദം കൊടുക്കണം ശുപാർശ ചെയ്യാൻ. ആർക്ക് വേണ്ടിയാണ് ശുപാർശ ചെയ്യേണ്ടത് അതും അള്ളാഹു തന്നെ അനുവദിച്ചു കൊടുക്കണം. വെറുതെ നമ്മൾ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിയാണ് എന്ന് പറയലിനെ കൊണ്ട് ആ ശഫാഅത്ത് കിട്ടൂല. ഇനി ആരുടെ വിഷയത്തിലാണ് ആ ശഫാഅത്ത് സ്വീകരിക്കപ്പെടേണ്ടത് അതും അള്ളാഹു നിബന്ധനകൾ വെച്ച് മാത്രമേ സ്വീകരിക്കുള്ളൂ. ഒരു മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശഫാഅത്ത് കിട്ടുന്ന പ്രശ്നമില്ല. ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളായിട്ട് അറിയപ്പെടുന്ന ആളുകളുടെ അവസ്ഥ ഇതാണ്. പിന്നെ എങ്ങനെയാണ് അവർക്ക് വേണ്ടിയുള്ള നന്മകൾ ചെയ്യപ്പെടുക, ആകാശം തുറക്കപ്പെടുക, അവരെ സഹായിക്കപ്പെടുക? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അപ്പൊ അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുൻകറാണ്, വെറുക്കപ്പെട്ട സംഗതിയാണ്. പക്ഷെ ഒരു ഗൈർ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് മുൻകറല്ല. ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ രീതി ഉറുഫൻ മുൻകറായി ഫഹ്ശായി പരിഗണിക്കപ്പെടുന്ന സംഗതിയാണ്. ഉറുഫ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ പൊതുവെ ആ ഒരു കാര്യം മോശമാക്കപ്പെട്ട കാര്യമാണ്. അതൊരു മാന്യനായ വ്യക്തി ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾ സമൂഹത്തിന് അവഹേളിക്കപ്പെടും. അതും മുൻകറിൽപ്പെട്ടതാണ്. ചിലപ്പോൾ ശരീഅത്തിൽ പ്രത്യേകിച്ച് അത് മോശമാണെന്ന് പറയപ്പെട്ടിട്ടുണ്ടാവില്ല. എന്നാൽ ജനങ്ങൾക്കിടയിൽ അവരുടെ ജീവിത ശൈലിയിൽ അത് മോശമായി പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ മോശമായിട്ട് തന്നെ ഇസ്ലാമും പരിഗണിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് നിങ്ങൾ ഒഴിവാക്കണം എന്നും അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, എന്തുകൊണ്ടാണ് കാഫിരീങ്ങളോടും നിങ്ങൾ നീതിയോടുകൂടി പെരുമാറണം? ഇതേപോലുള്ള കാര്യങ്ങളിൽ അവര് വഞ്ചിക്കപ്പെടാനോ ചതിക്കപ്പെടാനോ അവരുടെ ഹക്കുകൾ അപഹരിക്കപ്പെടാനോ പാടില്ല എന്ന് പറയാനുള്ള കാരണം, രണ്ടാമത്തെ തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് ദഅവത്തിന് വേണ്ടിയിട്ട് അയക്കുക. അദ്ദേഹം മദീനത്ത് നിന്നാണ് പുറപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ കവാടം വരെ നസീഹത്തുകൾ നൽകിക്കൊണ്ട് നടക്കുകയുണ്ടായി. ആ കൂട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുആദ്, ഒരു പക്ഷേ ലഅല്ലി, ചിലപ്പം അടുത്ത വർഷം നീ ഈ ദൗത്യം പൂർത്തിയാക്കി വരുമ്പം നീ എന്റെ ഖബറിന്റെ അടുത്തു കൂടിയായിരിക്കും നടന്നു പോവുക. ഇത് കേട്ടപ്പോഴാണ് അദ്ദേഹം കരഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സൂചനയായിരുന്നു അത് എന്നൊക്കെ താരീഖിന്റെ ഉലമാക്കൾ പറഞ്ഞു. ആ നസീഹത്തുകളുടെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ഇത്തഖി എന്നല്ല നമുക്ക് വലിയ പാഠാട്ടോ. ഇത്തഖി ദഅവത്തൽ മദ്ലൂം. നീ ആ രാജ്യത്ത് ചെന്നാൽ ആക്രമിക്കപ്പെട്ടവരുടെ പ്രാർത്ഥനയെ നീ സൂക്ഷിച്ചു കൊള്ളണം. വലൗ കാന കാഫിറ. ആ ആക്രമിക്കപ്പെട്ടവൻ ആരാണെങ്കിലും കാഫിറാണെങ്കിലും. ഒരു മാനുഷികമായിട്ടുള്ള ഒരു ഹക്ക് ഒരു കാഫിറിനോട് ഒരു മുസ്ലിമിന് എന്തായാലും ഉണ്ട്. ആ ഹക്ക് പൂർത്തിയാക്കാതിരിക്കുകയോ അത് അപഹരിക്കുകയോ അതല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ കൊണ്ട് ഒരു കാഫിർ മാനസികമായി വിഷമിക്കുകയോ സാമ്പത്തികമായി തകരുകയോ അയാൾക്ക് വ്യക്തിപരമായോ കുടുംബപരമായോ എന്തെങ്കിലും പ്രശ്നങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടാവുകയോ അയാൾ ഈ മുസ്ലിമിനെതിരെ ദുആ ചെയ്യുകയോ ചെയ്താൽ അത് മദ്ലൂമിന്റെ ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു പറഞ്ഞു, ഫഇന്നഹ ലൈസ ബൈനഹ വബൈനല്ലാഹി ഹിജാബ്. മദ്ലൂമിന്റെ ദുആഇന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ മറ ഉണ്ടാവുകയില്ല. അത് നേർക്ക് നേരെ കബൂലാണ്. ആ ദുആ ചെയ്യുന്നത് കാഫിറാണെങ്കിലും ശരി. ദുആ ചെയ്യുന്ന കാഫിർ ചിലപ്പം അവന്റെ നാവ് കൊണ്ട് വിളിക്കുന്ന ആരായിരിക്കും? ഗുരുവായൂരപ്പനായിരിക്കും. പക്ഷെ അവന്റെ ഖൽബ് തേടുന്നത് സർവശക്തനോടാണ്. അത് അള്ളാഹുവാണ്. അത് അള്ളാഹു കേൾക്കുകയും ചെയ്യും, അവൻ ഉത്തരം കൊടുക്കുകയും ചെയ്യും. ആര് വിളിച്ചാലും, ദുനിയാവിൽ ആര് വിളിച്ചാലും അവൻ വിളിക്കുന്ന ആരെയാ? അള്ളാഹുവിനെയാണ്. ആർക്കെന്ത് കിട്ടിയാലും കൊടുക്കുന്നത് ആരാ? അള്ളാഹു തന്നെയാണ്. വേറെ ആരും കേൾക്കൂല്ല, വേറെ ആരും കൊടുക്കൂല്ല. അവർക്ക് കേൾക്കാനോ കൊടുക്കാനോ ഉള്ള കഴിവില്ല. ഇതെല്ലാം ചെയ്യുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് കാഫിർ ദുആ ചെയ്താലും അത് അള്ളാഹു കബൂലാക്കും. അതുകൊണ്ട് ഇത്തഖി ദഅവത്തൽ മദ്ലൂം. ആക്രമിക്കപ്പെട്ടവന്റെ ദുആ അതാണ്. ഒരിക്കലും നമ്മളുടെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ മുഖഭാവം കൊണ്ടോ പോലും ഒരന്യൻ പ്രയാസപ്പെടുന്ന നമുക്കെതിരെ ബദ്ദുആ ചെയ്തു പോകുന്ന തരത്തിൽ നമ്മളെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവാതെ ശ്രദ്ധിച്ചോളി. കാരണം അത് ഫലിക്കുക തന്നെ ചെയ്യും. അത് ഫലിക്കാന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷമായിരിക്കൂല, മരിക്കുന്നതിന് മുമ്പ്. കാരണം മരിച്ചതിന് ശേഷം ഈ കാഫിറാണ് ദുആ ചെയ്തതെങ്കിൽ അവൻ നാളെ ആഖിറത്തിൽ നരകത്തിലായിരിക്കും. ഒരു മുഅ്മിനെ കാണാനോ ഇടപെടാനോ ആ മുഅ്മിനിന്റെ അവസ്ഥ അവിടെ അറിയാനോ ഈ കാഫിറിന് പറ്റൂല. അവിടെ ദുആ ചെയ്ത കാഫിറിന് അവന്റെ ദുആഇന്റെ ഇജാബത്ത് ഇവൻ മരിക്കുന്നതിന് മുമ്പ് ദുനിയാവിൽ അല്ലാഹു കാണിച്ചു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ആ വേണ്ടാത്ത അതായത് വെറുതെ എന്തുപകാരം, ചതിച്ചിട്ട് എന്താ ഉപകാരം? വാക്കുകൊണ്ട് വേദനിപ്പിക്കുന്നതിൽ എന്താണ് കാര്യം? സാമ്പത്തികമായി അപഹരിക്കുന്നതിൽ എന്താണ് നേട്ടം? ഇതെല്ലാം കൂടി അവസാനം ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതല്ലേ. ഇന്ന ഇലാ റബ്ബിക അർറുജഅ. വല്ലാത്തൊരു വാക്കാണ്. അതേപോലെ ഖുർആനിലെ ഏറ്റവും അവസാനമായി അവതരിച്ചു എന്ന് പറയപ്പെടുന്ന ഏറ്റവും അധികം ഉലമാക്കൾ ഇതാണെന്ന് പറഞ്ഞ ആയത്ത് ഏതാണ്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. വല്ലാത്തൊരു വാക്കാണ്. അതായത് ഖുർആന്റെ ലാസ്റ്റ് എല്ലാം പറഞ്ഞു ഇതാണ് ദീൻ, ഇതാണ് മനുഷ്യന്റെ ജീവിതം, ഇതാണ് ദുനിയാവ്, ഇങ്ങനെയായിരിക്കും ആഖിറം, നിങ്ങൾ എന്താവണം എന്തായിക്കൂടാ, അസ്ഹാബുൽ മൈമന ഇവരാണ്, അസ്ഹാബുൽ മശ്റമ ഇവരാണ്, എല്ലാം പറഞ്ഞതിന് ശേഷം വത്തഖൂ യൗമ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോളി, തുർജഊന ഫീഹി ഇലല്ലാഹ്, ആ ദിവസത്തിൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. വതുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, ഓരോ നഫ്സും എന്താണോ അവര് സമ്പാദിച്ചത് അതിന് തക്കതായ പ്രതിഫലം, അതാണ് വഫാ യുവഫി, കൃത്യമായി അളന്ന് തൂക്കിയിട്ടുള്ള പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. പിന്നെയോ വഹും ലാ യുദ്ലമൂൻ, ആരും അവിടെ ആക്രമിക്കപ്പെടും. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കാണാൻ ഒരു സഹാബി അറാബിയ, അദ്ദേഹത്തിന് കുറച്ച് അടിമകളുണ്ട്. നാളെ ഖിയാമത്ത് നാളിന്റെ മഹ്ശറിൽ അള്ളാഹുവിന്റെ നിലപാട് ശ്രദ്ധിച്ചോളൂ. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, എനിക്ക് ചില അടിമകളുണ്ട്, അവർ എന്നെ ഉപദ്രവിക്കുന്നു, എന്നെ വഞ്ചിക്കുന്നു, എന്നോട് അനുസരണക്കേട് കാണിക്കുന്നു. ഇതാണ് അവരുടെ രീതി. ഇത് അവരിൽ നിന്ന് കണ്ട ഞാൻ അവരെ അടിക്കുന്നുണ്ട്, അവരെ ചീത്തയും പറയാറുണ്ട്. എന്റെയും അവരുടെയും ഇടയിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ നിലപാട് എന്തായിരിക്കും? അവരെന്നോട് ഇത് ചെയ്തതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരുടെ ചതിവും വഞ്ചനയും അവർ നിന്നോട് കാണിച്ച അനുസരണക്കേടും കുരുത്തക്കേടും തൂക്കും,
അതിന് പകരം നീ അവർക്ക് കൊടുത്ത ചീത്തവിളിയും അടിയും അതും തൂക്കും. ബറാബറാണെങ്കിൽ നിനക്ക് നഷ്ടമില്ല, അവർക്കും പ്രശ്നങ്ങളില്ല. അവർക്ക് അതിന്റെ കിട്ടേണ്ട ഇവിടെ തന്നെ കിട്ടി, നിനക്ക് കൊടുക്കാനുള്ള ഇവിടെ തന്നെ കൊടുത്തു. ഇനി അഥവാ അവർ ചെയ്ത ചതിവിനേക്കാൾ, കുരുത്തക്കേടിനേക്കാൾ, അനുസരണക്കേടിനേക്കാൾ നീ കൊടുത്ത ശിക്ഷ, ചീത്ത പറയലും അടിയും അല്പം അധികമായിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ലിസ്റ്റിലുണ്ടാവും. അതിൽ നീ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ആർക്കാ അളന്നിട്ട് അടിക്കാൻ പറ്റുക? ആർക്കാ അളന്നിട്ട് ചീത്ത പറയാൻ പറ്റുക? അത്ര കൃത്യമാണ് അള്ളാന്റെ കോടതി. ഈ സഹാബി കരയാൻ തുടങ്ങി. കരയാന്ന് പറഞ്ഞാൽ വളരെ ഉറക്കെ കരയാൻ തുടങ്ങി, നിലവിളിച്ച് കരയാൻ തുടങ്ങി. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് വിഷമായി. റഹ്മത്തുൽ ലിൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ യഖ്റ. ഞാൻ അയാളെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, റസൂലുള്ളാഹി തങ്ങൾ അയാളെ സമാധാനിപ്പിക്കാൻ, ഞാൻ ഇയാളെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, അയാൾ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ടില്ലേ, വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ. അന്ത്യനാളിൽ നീതിയുടെ തുലാസ് നാം വെക്കും. വലാ തുദ്ലമു നഫ്സുൻ ഷൈഅ. അവിടെ ആരും ആക്രമിക്കപ്പെടൂല. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ. ഒരു കടുക് മണിയോളം തൂക്കമുള്ളതാണെങ്കിലും നാം അത് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് അല്ലാഹു പറഞ്ഞതല്ലേ. അതുകൊണ്ടല്ലേ ഞാനങ്ങനെ പറഞ്ഞത്. പിന്നെന്തിനാ അദ്ദേഹം കരയുന്നു? കാരണം കരച്ചിൽ കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് വിഷമായി. അവിടെ അള്ളാഹ് പറഞ്ഞതാണ്, ഞാനായിട്ട് പറഞ്ഞല്ലോ, പറഞ്ഞ് സമാധാനിപ്പിക്കാൻ. അപ്പൊ സഹാബി പറഞ്ഞു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്കിൽ എന്റെയും എന്റെ അടിമകളുടെയും രക്ഷ എനിക്ക് തോന്നുന്നു ഞാൻ അവരെ മോചിപ്പിക്കുന്നതിനാണ്. ഇല്ലെങ്കിൽ ഞാൻ കൊടുങ്ങും. ഞാൻ നിങ്ങളെ സാക്ഷിയാക്കുന്നു റസൂലേ, ഇനി മുതൽ അവര് സ്വതന്ത്രരാണ്, നിങ്ങൾ അതിന് സാക്ഷിയാണ്. തടിസലാമത്താക്കി പറഞ്ഞു വന്നത്. മഹ്ശറിൽ അത്ര കൃത്യമായിരിക്കും കണക്ക്, ഇടപാട്. അതുകൊണ്ട് ഇനി അഥവാ നമ്മളെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഭാര്യമാര്, നമ്മളെ മക്കള്, നമ്മളെ ഇനി എന്തെങ്കിലും അങ്ങോട്ടൊരു പ്രതികാരമല്ല, ഖിസാസ്, ഒരു എന്താ പറയാ, ഒരു ശിക്ഷണം എന്ന രീതിയിൽ ചീത്ത പറയോ അടിക്കോ ശകാരിക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിയുമ്പം അവരെ കൊണ്ടൊന്നും മാപ്പാക്കിപ്പിക്കുന്നത് നല്ലതാണ്. പൊരുത്തപ്പെടണം. കാരണം കൂടാനും കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട്. മഹ്ശറിലേക്ക് നമ്മൾ രണ്ടാളും ഒരേപോലെ പോയി നിൽക്കേണ്ടവരാണ്. അവിടെ എന്തില്ല, ഏറ്റ വ്യത്യാസമൊന്നുമില്ല. അവിടുത്തെ ഏറ്റ വ്യത്യാസം അമലുകളും തഖ്വയും ഇഖ്ലാസും മാത്രം പരിഗണിച്ചായിരിക്കും. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പാക്കണം. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്ലൂമിന്റെ ദഅവത്തിനെ, ദുആഇനെ സൂക്ഷിച്ചോളണം. ഓ കാഫിറാണെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാഫിർ ഒരിക്കലും ഒരു മുസൽമാനെ കൊണ്ട് ബുദ്ധിമുട്ടാൻ പാടുള്ളതല്ല. ഇത്ര കൃത്യമായിട്ട് ദീനുൽ ഇസ്ലാം ഒരു നാട്ടിലുള്ള മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമിന്റെ ഭാഗത്ത് നിന്നും സുരക്ഷിതത്വം ഓഫർ ചെയ്യാൻ. എന്നിട്ടും പറയുന്നെന്താ? കൊല്ലാൻ പറയുന്നത്, അടിക്കാൻ പറയുന്നത്, ഇടിക്കാൻ പറയുന്നത്, അതാക്കാൻ പറയുന്നുണ്ടോ? അങ്ങനെയല്ല ഇസ്ലാം പറയുന്നത്. ഇസ്ലാം പറയുന്നത് ഇങ്ങനെയാണ്. മാത്രമല്ല ഓരോ തെളിവ് കൂടെ ശൈഖുൽ ഇസ്ലാം പറഞ്ഞു. സൂറത്തുൽ മുംതഹനയിലെ 8-ാമത്തെ ആയത്ത്, ലാ യൻഹാകുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം. ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളോട് തടയുന്നില്ല, അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, ദീനിന്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവർക്ക്. യുദ്ധം ചെയ്താലോ കൈ കെട്ടി നോക്കി നിൽക്കാനും അള്ളാഹു പറയുന്നില്ല. അതിനെ എതിർത്തോളണം, പ്രതികരിച്ചോളണം, അതിന് സംശയമില്ല. പിന്നെയോ വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യാത്തവർക്ക്. അപ്പൊ ഇന്ത്യയിൽ നമ്മളെ പുറത്താക്കാൻ വേണ്ടി നിന്നാൽ നമ്മൾ ആരാധന ശരിക്കും കാണിച്ചു കൊടുക്കും. നമുക്ക് അള്ളാഹു അനുവാദം തന്നില്ല. കാരണം ഇത് നമ്മളുടെ രാജ്യമാണ്, നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ രാജ്യമാണ്. നമുക്കിവിടെ മണ്ണുണ്ട്, ഹക്കുണ്ട്. അതിനെതിരായിട്ട് നിന്നാൽ നമ്മൾ അതിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? അതിനെന്താ പറയാ, പ്രതികരിക്കാൻ. ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ടല്ല, ഡിഫെൻഡ്. അല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് അടിക്കുന്നതല്ല. വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ നാട്ടിൽ നിന്നും നിങ്ങളെ പുറത്താക്കുകയും ചെയ്യാത്തവരോട് അള്ളാഹു എന്ത് ചെയ്യുന്നില്ല, നിരോധിക്കുന്നില്ല. എന്ത്? അൻ തബറൂഹും, നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നതും വതുഖ്സിതു ഇലൈഹിം, അവരോട് നീതി കാണിക്കുന്നതും. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ എന്നല്ല,
അങ്ങനെയുള്ളവരോട് നിങ്ങൾ നന്മ ചെയ്യണം, നീതി കാണിക്കണം. കാരണം അള്ളാഹു നീതി കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു മുസ്ലിമിന്റെയും കാഫറിന്റെയും ഇടയിലുള്ള ഹുക്ം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ചതിക്കാതെ, വഞ്ചിക്കാതെ, ഒരു മുസ്ലിം മറ്റേ മുസ്ലിമിൽ എങ്ങനെ കാണുമോ ആ തരത്തിലാവണം ആ നാട്ടിലുള്ള കാഫിരീങ്ങളും മുസ്ലിമികൾക്കിടയിൽ ജീവിക്കേണ്ടത്. അത്ര സുരക്ഷിത. അതുകൊണ്ടാണ് പണ്ട് സലഫുകളുടെ കാലത്ത് അവരവരുടെ വീടുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുമ്പോൾ ഡബിൾ റേറ്റ് ആയിട്ട് അതിന് ചോദ്യം ചെയ്താൽ അവർ പറയും ഇത് ദാറിന്റെ പൈസ അല്ല, ജാറിന്റെ പൈസയാണ്. നമുക്ക് മനസ്സിലായോ? അയൽവാസിന്റെ ഡബിൾ റേറ്റ് എന്തിനാ ഇട്ടെന്ന് ചോദിച്ചാൽ പറയല് എന്റെ വീടിന് ഇത്ര പൈസയേ ഉള്ളൂ, പക്ഷെ ഡബിൾ ആക്കാൻ കാരണം എനിക്കൊരു അയൽവാസി ഉണ്ട്, അയാൾക്കും കൂടിയുള്ള പൈസയാണ് ഇത്. കാരണം അയാൾ മുസ്ലിമാണ്, ജാറ് അതാ സംഭവം. അങ്ങനെ ആവണം മുസ്ലിമായ അയൽവാസി ഒരു കാഫിർ. ഒരിക്കലും ഒരു നിഗൂഢത മുസ്ലിമിന്റെ വീട്ടിലുണ്ടായിക്കൂടാ, മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. തുറന്ന പുസ്തകമായിരിക്കണം, ആർക്കും എപ്പോഴും എങ്ങനെയും വായിക്കാവുന്ന, മനസ്സിലാക്കാവുന്ന ഒരു പുസ്തകം. നല്ല പരിശുദ്ധ ഖുർആൻ. കാന ഖുലുഖുഹു അൽ ഖുർആൻ. ആയിഷ ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ചോദിച്ചപ്പോൾ, ജീവിതം ചോദിച്ചപ്പോൾ കാന ഖുലുഖുഹു അൽ ഖുർആൻ. അങ്ങനെ തന്നെ മുസ്ലിമിന്റെയും ജീവിതം. നിഗൂഢതകളൊന്നുമില്ല, ഒളിപ്പിച്ചു വെക്കാനൊന്നുമില്ല, എന്തെങ്കിലും ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് വേറൊന്ന് പുറത്ത് കാണിക്കാൻ അങ്ങനൊന്നുമില്ല. ദീനിന്റെ കാര്യത്തില് അവര് കണിശതയുള്ളവരായിരിക്കും, മാനുഷികതയില് അവര് ഒന്നാം നമ്പർ മനുഷ്യന്മാരായിരിക്കും. അത്രയേ ഉള്ളൂ മുസ്ലിം. അതേപോലെ തന്നെ ധനപരമായിട്ടുള്ള ഒരു രാജ്യത്തിലെ ഇടപാടുകൾ, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഹക്കിടപാടുകൾ, മാലിയായത് പണമിടപാടുകൾ, അതിലും പൂർണ്ണ നീതി ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിന്റെ ഭാഗത്ത് നിന്നും നൽകപ്പെടേണ്ടതുണ്ട്. എന്തൊക്കെയാണോ ഒരു രാജ്യത്ത് ഇസ്ലാം പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് അത് കാഫിരീകൾക്കും അതേപോലെ ബാധകമാണ്. ഇപ്പൊ മുസ്ലിം ആയത് കൊണ്ട് കുറച്ച് നല്ലത്, ഇപ്പൊ കാഫിറായത് കൊണ്ട് കുറച്ചൊന്ന് ഇടുക്കമാക്കാം, അങ്ങനെയൊന്നും പറ്റൂല. രാജ്യത്ത് എന്തായാലും ഇല്ല. ഇസ്ലാമിക രാജ്യമാണെങ്കിൽ രാജാക്കന്മാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാള് കാഫിറായത് കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സാമ്പത്തിക ഇടപാടിൽ മുസ്ലിമികൾ ഉണ്ടാക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ തടയപ്പെടേണ്ടതാണ്, പാടുള്ളതല്ല. ഇതുപോലെ ഉദാഹരണത്തിന് മാർക്കറ്റില് അതാത് കച്ചവടക്കാര് വിൽക്കുന്ന കച്ചവട സാധനങ്ങൾക്ക് വിലയിടുന്നത് പോലെ എല്ലാ കച്ചവടക്കാരും അവര് വിൽക്കുന്ന സാധനത്തിന് മാർക്കറ്റിൽ ഒരേ പൈസ ഇടണം എന്നൊരു നിയമമില്ല. അവരവരുടെ ഇഷ്ടം. ചിലപ്പോ ഞാൻ കൊണ്ടുവരുന്നത് കാസർഗോഡ് നിന്നായിരിക്കും, കുറച്ച് ചെലവുണ്ട്. നിങ്ങൾ ചിലപ്പോ കൊണ്ടുവരുന്നത് മുട്ടായി ചെലവെന്നായിരിക്കും, ചെറിയ ചെലവേ ഉള്ളൂ. അപ്പൊ എനിക്ക് ചിലപ്പോ കൂട്ടിയിടേണ്ടി വരും, നിങ്ങൾക്ക് കുറച്ചിട്ടാ മതി. അവരവരുടെ ഇഷ്ടം. വരുന്ന ആള് വാങ്ങുന്നെങ്കിൽ വാങ്ങിയാൽ മതി. അതാണ് പൊതു നിയമം. ഫിക്സ്ഡ് റേറ്റ് ആക്കണം എന്നൊരു നിയമമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പതിവിന്, നാട്ടിലുള്ള ഉറുഫിന്, ഒരു സാധാരണഗതിക്ക് വിപരീതമായി കേൾക്കുന്നവർക്ക് തന്നെ ഇതൊരു കുറച്ച് കൊള്ള ലാഭമായി പോയി എന്ന് തോന്നുന്നത് വരാതിരിക്കുകയും വേണം. അതിൽ ഇസ്ലാമിന്റെ രാജ്യമാണ്, അതുകൊണ്ട് മുസ്ലിം എങ്ങനെ ഇടാം, നീ കാഫിറാണ് അതുകൊണ്ട് ഇങ്ങനെ ഇട്ടൂടാ ഒന്നും പറയാൻ പറ്റില്ല. ആ രാജ്യത്ത് കച്ചവടത്തില് കാഫറിനും മുസ്ലിമിനും ഒരേപോലെ സ്വാതന്ത്ര്യവും അവകാശവും നൽകപ്പെടേണ്ടതുണ്ട്. അതേപോലെ ഹക്കുൽ ഖിയാർ എന്ന് പറഞ്ഞാല് കച്ചവടത്തില് നിബന്ധനകൾ വെക്കാൻ. ഒരു കാഫറും ഒരു മുസ്ലിമും തമ്മിൽ കച്ചവടം നടക്കുകയാണ്. അപ്പൊ ഞാൻ മുസ്ലിമാണ്, ഇസ്ലാമിക രാജ്യമാണ്, അതുകൊണ്ട് ഞാൻ ഷർത്ത് വെക്കും, അത് നീ പാലിച്ചോളണം. നിനക്ക് ഇവിടെ ഷർത്ത് വെക്കാൻ പറ്റൊന്നുമില്ല, നീ എന്ന് അംഗീകരിച്ചോളണം. ഈ നിലപാടൊന്നുമില്ല. കച്ചവടത്തില് കാഫിറിന് ഇങ്ങോട്ടും എന്ത് വെക്കാം, നിബന്ധനകൾ വെക്കാം, അങ്ങോട്ട് മുസ്ലിമീങ്ങൾ വെക്കുന്ന പോലെ തന്നെ അതൊക്കെ അവർക്ക് വകവെച്ചു കൊടുക്കപ്പെടേണ്ടതാണ്. അതേപോലെ മുസ്ലിമീങ്ങൾക്ക് കാഫിരീങ്ങളോടുള്ള ഹക്കിൽ നിർബന്ധമായും ചെയ്യേണ്ടുന്ന ഹക്കിൽപ്പെട്ടതാണ് ദഅവതുഹും ഇലൽ ഇസ്ലാം, അവരെ ഇസ്ലാമിലേക്ക് വിളിക്കലും വതർഗീബുഹും ഫീഹി, ഇസ്ലാമിനോട് അവർക്കൊരു
ആഗ്രഹമുണ്ടാക്കി കൊടുക്കുക. അതെങ്ങനെയാ? സമീപനമാണ്, സ്വഭാവത്തിലാണ്. ഏറ്റവും വലിയ ദഅവ സ്വഭാവത്തിലാണ്. 4 മണിക്കൂർ പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപകാരപ്പെടും ചിലപ്പം ഒരു സെക്കൻഡുള്ള നമ്മളെ മുഖത്തുള്ള പുഞ്ചിരി. ഒന്ന് സമീപക്കൽ, ഒന്ന് കാണൽ, ഒരു കൈ കൊടുക്കൽ, കുറച്ച് പൈസ കൊടുക്കൽ, ഇതൊക്കെ ചിലപ്പം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിനേക്കാൾ അവർക്ക് ഇസ്ലാമിനോട് ഇഷ്ടം വരാൻ കാരണമാവും. അവരെ വിളിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുണ്ടാക്കുകയെങ്കിലും ചെയ്യുക. പിന്നീട് അയാൾ ഇസ്ലാമിനെ സമീപിക്കുന്നത് ആ ഇഷ്ടത്തോടു കൂടിയായിരിക്കും. അത് ചിലപ്പോൾ അയാൾക്ക് ഇങ്ങോട്ട് വരാൻ കാരണമായിരിക്കും. ഒരാളാണ് നിന്നെ കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നതെങ്കിൽ ഈ ദുനിയാവും അതിലുള്ള സർവ്വതും കിട്ടുന്നതിനേക്കാൾ ഖൈറ് അതാ. ത്വായിഫ് എന്ന അടികൊണ്ടു, ഏറുകൊണ്ടു, കാല് പൊട്ടി ചോരയൊലിച്ചു, അവസാനം ചോര വറ്റിയിട്ട് ബോധം കെട്ടു വീണു ഒറ്റുബന്റെയും ഷൈബന്റെയും മുന്തിരിത്തോട്ടത്തിൽ. അന്നേരാണ് ഒറ്റുബയും ഷൈബയും വീണ ആളെ ശ്രദ്ധിച്ചത്. കാരണം അവർക്ക് തായിഫിലാണ് തോട്ടങ്ങൾ. ഇബ്രാഹിം നബിയുടെ ഈ നാട്ടുകാർക്ക് നീ ഫലങ്ങൾ തിന്നാൻ കൊടുക്കണമെന്ന് ദുആ ചെയ്തല്ലോ, അത് ഖബൂലായത് തായിഫിന്റെ വിഷയത്തിലാണ്. ആളുകളെ നീ ഇങ്ങോട്ട് ആകർഷിപ്പിക്കണേന്ന് പറഞ്ഞല്ലോ, അത് ഖബൂലായത് മക്കത്താണ്. അതുകൊണ്ട് ആളുകൾ അധികം വരിക മക്കത്തേക്കാണ്. എന്നാൽ പഴങ്ങൾ കൂടുതൽ കൃഷി ചെയ്യുക തായിഫിലാണ്. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. തായിഫ് പോയാൽ ഫ്രഷ് ഫ്രൂട്ട്സ് വാങ്ങാൻ കിട്ടും. മുന്തിരിത്തോട്ടത്തിന് ഒറ്റുബയും ഷൈബയും നോക്കുമ്പോൾ ഒരാൾ ബോധം കെട്ടി കിടക്കുന്നത്. നോക്കുമ്പോൾ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് പരിചയമുള്ളതാണ്, അവരുടെ നാട്ടുകാരൻ. മുന്തിരിത്തോട്ടത്തിന് കാവൽക്കാരനായ അജാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു ഒറ്റുബയും ഷൈബയും സഹോദരങ്ങളാണ്. അജാസ്, നീ ആ കിടക്കുന്ന ആൾക്കൊരു പാത്രത്തിൽ കുറച്ച് മുന്തിരി കൊണ്ടേക്കൊണ്ടു. അജാസ് ഓടിച്ചെന്നു, പാത്രത്തിൽ മുന്തിരി എടുത്തു, കിടക്കുന്ന ആളെ മുമ്പ് കൊണ്ടുവച്ചു, തട്ടി പൊടിച്ച് എഴുന്നേറ്റു. ഇതാ മുതലാളി തരാൻ വേണ്ടി പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു, ഒരു മുന്തിരി എടുത്തു, ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിട്ട് വായിട്ടു. ബിസ്മില്ലാഹ്. കാഫറിന്റെ ഭക്ഷണം അസ്സലാം നമുക്ക് എന്താണ് അനുവദനീയം. അവരുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ടത് എന്താവും ഹറാമാവും. എടുത്തു വായിട്ടു. ബിസ്മില്ലാഹ് എന്ന് കേട്ടപ്പോ അദാസ്, നിങ്ങൾ ആരാ? ഈ ഭാഗത്തുള്ള ആരും ഇത് പറയുന്നത് കേട്ടിട്ടില്ലല്ലോ, നിങ്ങൾക്ക് കിടന്നത് കിട്ടിയത്. ഇത് അദാസ് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, മൻ അൻത വമസ്ബുക് വമാ ദീനുക്. നിന്റെ പേരെന്താണ്, നിന്റെ ദീൻ ഏതാണ്, നീ ഏത് നാട്ടുകാരന്? ഓൻ പറഞ്ഞു, അന അദാസ്, എന്റെ പേര് അദാസ് എന്നാണ്. അന മിൻ നീനാവ, ഞാൻ നീനാവക്കാരനാണ്. വഅന നസ്റാനിയ്യുൻ, ഞാൻ ക്രിസ്ത്യാനിയാണ്. നീനാവത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ മിൻ ബലദി അഖി യൂനുസ് ബിൻ മത്താ, എന്റെ സഹോദരൻ മത്താന്റെ മകൻ യൂനുസിന്റെ നാട്ടുകാരെന്നാണല്ലോ. അദാസ് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ യൂനുസിനെ അറിയാം? അദാസിന്റെ നാട്ടുകാരൻ, അദാസിനെ അറിയാം, ക്രിസ്ത്യാനിയാണ്, ഇഞ്ചീലിൽ വായിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, യൂനുസിനെ പോലെ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ. അദാസിന് ആളെ കിട്ടി. ഇഞ്ചിയിൽ കേട്ട് പഠിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കണ്ണിന്റെ മുമ്പിൽ നിൽക്കുക, പാത്രം വെച്ചു, തലയിലും കാലിലും കയ്യിലും ഒക്കെ ചുംബിക്കാനും പിടിച്ച് കെട്ടിപ്പിടിക്കാനും ഒക്കെ തുടങ്ങി. ഷൈബ ഉത്ബനെ വിളിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദിന്റെ ജോലിക്കാരനെയും സിഹറാക്കി, എന്റെ ജോലിക്കാരനെയും മുഹമ്മദ് കൊണ്ടുപോയി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ കൊണ്ട് ഏറും പൊട്ടിയതും ചോര വറ്റിയതും ഒക്കെ പറഞ്ഞു. കാരണം ഒരാളെന്തായി ഹിദായത്തിലായി. അതായത് അല്ലാഹു റസൂലിന്റെ ആകെയുള്ള എയിം, ലക്ഷ്യം ആളുകൾക്ക് ഹിദായത്ത് കിട്ടുക. അപ്പൊ തന്നെ മുസ്ലിമായി അവിടെ നിന്ന് രണ്ടുപേര് നിസ്കരിക്കുകയും ചെയ്തു. ഇന്ന് തായിഫിൽ ആ സ്ഥലത്ത് മസ്ജിദ് അദാസ് എന്ന പേരിൽ ഒരു പള്ളിയുണ്ട്. ആ തോട്ടവും ഉണ്ട്, ആ തോട്ടത്തിൽ ആ നിസ്കരിച്ച സ്ഥലത്ത് നിന്നൊരു പള്ളിയുണ്ട്, മസ്ജിദ് അദാസ്. അത് ആ ജൂതന്റെ പേർക്കേക്ക് പോയി. ചെറുപ്പക്കാരൻ ഖാദിമായ ജൂത ചെറുക്കൻ അവരെ കണ്ട് സംസാരിച്ച് ലാസ്റ്റ് പറഞ്ഞ വാക്കെന്താ? ഉമർ മൗലവി റഹ്മഹുല്ലാഹു തആല, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. അയാളല്ല ഹസൻ മൗലവി കത്തെഴുതിയത്, അസ്ലിം തസ്ലം. അതാണ് ദഅവ, അതാണ് ധൈര്യം. കൈമനുള്ളത് ഹക്കാണ്, ഇത് സത്യമാണെന്നുള്ള പൂർണ്ണ ബോധ്യമാണ് ഉമർ മൗലവിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അസ്ലിം തസ്ലം. കേരളം അംഗീകരിച്ച സമസ്തയിലെ
ഒരു ഷിയാ പണ്ഡിതൻ, നൂറുകണക്കിന് അനുയായികളുള്ള ഒരു പണ്ഡിതൻ, അയാൾക്ക് കത്ത് കൊടുക്കുന്നത് മുസ്ലിം ആയിക്കൊള്ളൂ, രക്ഷപ്പെടാം. എന്തായിരിക്കും അവരുടെ വായിക്കുമ്പോഴുള്ള മാനസികാവസ്ഥ? പക്ഷെ അതാണ് ദഅവ. അതാണ് ഒരാള് ഹിദായത്തിലാവണം എന്നുള്ള ആശ. അല്ലെങ്കിൽ അയാൾ ചതിക്കപ്പെടുകയാണ്, വഞ്ചിക്കപ്പെടുകയാണ്, അയാൾ നരകത്തിലൊക്കെ പോകാൻ പോകുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതേ വാക്ക് പറഞ്ഞു ആ ചെറുപ്പക്കാരോട് പോലെ, അസ്ലിം മുസ്ലിം ആയിക്കോളൂ, രക്ഷപ്പെടാം. ഇവൻ ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കി, ഇവന്റെ അപ്പൻ. അപ്പൊ ആ അപ്പം പറഞ്ഞൊരു വാക്കാണ്, നമുക്കെല്ലാം പാടാണ്, ഒറ്റ വാക്കാണ്, അത്യ അബുൽ ഖാസിം. പോലെ അബുൽ ഖാസിം എന്ത് പറയുന്നോ അനുസരിച്ചു. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലതേ പറയൂ എന്ന ജൂതന് പോലും ഉറപ്പുണ്ട്. നമ്മൾ തൗഹീദിന്റെ പ്രബോധകരും പ്രവർത്തകരായ നമ്മളും അങ്ങനെയായി മാറണം. ഒരു ദാഇ അല്ലാഹു നമ്മളെല്ലാം അങ്ങനെ ആക്കട്ടെ. അയാള് നന്മയെ പറയൂ, അയാള് നന്മയെ ആഗ്രഹിക്കൂ, അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഖൈറാണ് എന്ന് മറ്റുള്ളവൻ നമ്മളെ പറ്റി കരുതുന്നത് വരെ നമ്മൾ നേരെയായിട്ടാണ് അതിനർത്ഥം. ഒറ്റ വാക്ക അത്യ അബുൽ ഖാസിം, അബുൽ ഖാസിം നന്മയെ പറയൂ. ഉടനെ തന്നെ ചക്കം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒരു വക്ത് നിസ്കാരോ എന്തെങ്കിലും ഒരു ദിക്റോ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നതെന്നാണ് താരീഖ്. എന്നും പറഞ്ഞുകൊണ്ടാ വന്നത്, അൽഹംദുലില്ലാഹി അല്ലദീ അൻഖദഹു മിനന്നാർ. ആ ചെറുപ്പക്കാരനെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ അല്ലാഹുവിനെ സ്തുതി. അതാണ് ആഗ്രഹം, അതാണ് ലക്ഷ്യം. നമ്മുടെ ദഅവത്തിന്റെ ലക്ഷ്യം മാറി പോകുന്നുണ്ടോ? നമ്മളെ പറ്റി ചിന്തിക്കേണ്ടതാണ്. ഇതാണ് ലക്ഷ്യമെങ്കിൽ നമ്മളും അവരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ അവൻ ജയിച്ചു. അതാണ് ദഅവത്തിന്റെ ലക്ഷ്യം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിലെത്തണം. അത് ലക്ഷ്യമായാൽ അസ്ലിൽ നമ്മളെല്ലാം ഒരുമിച്ചുണ്ടാവും. മസ്അലകളിൽ ഇഖ്തിലാഫ് ഉണ്ടാവും. അസ്ലിൽ, തൗഹീദിൽ, ശിർക്കിൽ, ഈ രണ്ട് കാര്യത്തിലും, സുന്നത്തിൽ, ബിദ്അത്തിൽ, ഇത് രണ്ടിലും നമ്മൾ എപ്പോഴും ഒന്നായിരിക്കും. തൗഹീദിന്റെ കാര്യത്തിൽ 100% ഉറപ്പുണ്ടാവും. ശിർക്കിന്റെ കാര്യത്തിൽ ഒരു തരത്തിലും അതിന്റെ ഒരു 7 അയലത്ത് നമ്മൾ അടുക്കില്ല. അതേപോലെ സുന്നത്തിന്റെ ബിദ്അത്തിന്റെ. എന്നാൽ ഫുറൂഇയാത്തുകൾ, ഫിഖ്ഹിയായ മസ്അലകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ അന്നുണ്ട് ഇന്നുണ്ട്, അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. ഫിഖ്ഹിന്റെ മസ്അലകളുള്ള ഇഖ്തിലാഫുകൾ തീരൂല. കാരണം അത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്. എന്താ കാര്യം എന്ന് വെച്ചാല്, അഖീദയിൽ ഇഖ്തിലാഫ് വന്നൂടാ. അള്ളാഹു ഒരു വിഭാഗം പറയുന്നു ആകാശത്തിലാണെന്ന്, വേറൊരു വിഭാഗം എല്ലായിടത്തുണ്ടെന്ന് പറയുന്നുണ്ട്. രണ്ട് ശരിയാണ്, അങ്ങനെ വരൂല. വഅദല്ലാഹ്. അഖീദയിലുള്ള മസ്അലകൾ ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ, അതിൽ ഇഖ്തിലാഫില്ല. എന്നാൽ ഫിഖ്ഹിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിന്നു പോയാൽ മതപഠനങ്ങൾ അവിടെ നിൽക്കും. മദ്ഹബ് ഉണ്ടായ എങ്ങനെ? മദ്ഹബി പക്ഷപാതിത്വം ഉണ്ടായത് ഈ നിൽപ്പിലാണ്. ഇമാം ഇങ്ങനെ പറഞ്ഞു, അത് കേട്ടു, മതി, ഖലാസ്. അതിനപ്പുറത്തേക്ക് ഇമാം എന്തടിസ്ഥാനത്തിലാ പറഞ്ഞ്, ആ ഇമാമിന്റെ ഉസൂൽ എന്താണ്, ഏത് ദലീൽ നിന്നാണ് ഈ വിഷയം, ഈ പഠനം, ഈ ചർച്ച, അത് നിന്നപ്പോ മദ്ഹബുകൾ ഉണ്ടായി, മടിയന്മാരുണ്ടായി. അതേപോലെ ഫിഖ്ഹിന്റെ മസ്അലകൾ നിന്നാൽ ദീനിന്റെ ചർച്ചകൾ അവസാനിക്കും. അതിൽ അള്ളാഹു സമ്മതിക്കൂല. അത് അവസാനിക്കുന്നത് ഖിയാമത്ത് നാളിന്റെ 1-ാം തീയതി. അതുവരെ പഠനങ്ങള്, ചർച്ചകൾ, ഇജ്തിഹാദുകൾ. അതുകൊണ്ടാണ് ഉലമാക്കൾക്കിടയിൽ ഫിഖ്ഹിന്റെ മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത്. അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ അവർ എന്ത് ചെയ്യും? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഖുർആൻ കൂടുതൽ ഗവേഷണം ചെയ്യും, ഹദീസിൽ കൂടുതൽ ഗവേഷണം ചെയ്യും. അപ്പൊ അവർക്ക് അതിൽ നിന്നും ഒരു നിയമം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മനസ്സിലാക്കി കൊടുക്കും. അത് നമ്മളെടുത്ത് പറയും. അപ്പൊ നമ്മളെന്ത് പറയും? ഇത് ശരിയല്ല, അപ്പൊ നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. അത് ഇൽമില്ലാത്ത വർത്താനാണ്, അത് പൂർണ്ണ ജാഹിലിന്റെ വർത്താനാണ്. അഖീദയിൽ അങ്ങനെ വരൂല. നേരത്തെ ഒരു തൗഹീദ്, ഇപ്പൊ ഒരു തൗഹീദ്, അങ്ങനെയില്ല. പക്ഷെ മസ്അലകളിൽ, ഫിഖ്ഹിൽ നേരത്തെ പറഞ്ഞ അഭിപ്രായം ചിലപ്പോ പിന്നെ മാറാം. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഭിപ്രായം ഫിഖ്ഹിന്റെ ചിലപ്പം ചില പഠനങ്ങൾ പുറത്തേക്ക് വന്നാൽ അതും മാറിയേക്കാം. പക്ഷെ തൗഹീദ്, അതിന് മാറ്റം ഉണ്ടാവില്ല. അപ്പൊ അവര് ദഅവത്ത് ചെയ്യലും ഇസ്ലാമിനെ അവർക്ക് ആഗ്രഹിപ്പിക്കലും ആഗ്രഹം ഉണ്ടാക്കലും അവരോടുള്ള ഹക്കിൽ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. അതിനുള്ള ദലീല്
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ضل عن സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. സൂറത്തുൽ നഹൽ 125. ഉദ്ഉ, നീ വിളിക്കണം, ഇലാ സബീലി റബ്ബിക്, നിന്റെ റബ്ബിന്റെ വഴിയിലേക്ക്, അഥവാ ദീനുൽ ഇസ്ലാമിലേക്ക്. എങ്ങനെ വിളിക്കണം? ബിൽ ഹിക്മ. എന്താണ് ഹിക്മ? ഇൽമു. തബ്ലീഗാലെ ഹിക്മത്തിന്റെ അർത്ഥം വെച്ചു തന്ത്രപരമായി. അവരെന്ത് ചെയ്യും? തന്ത്രപരമായി ആദ്യം നിസ്കാരത്തിലേക്ക് വിളിക്കും, ഇങ്ങനെ നിസ്കരിപ്പിക്കും. ഫർളും സുന്നത്തും അവ്വാബീലും വിത്തറും തഹജ്ജുദും അപ്പോഴും ഉറുക്കുകൾ തന്നെ ഉണ്ടാവും. അന്നേരം ഓന്റെ വിശ്വാസത്തിന് ഔലിയാക്കള് കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോഴും രാത്രിയോ എണീച്ചിരുന്നിട്ട് രാഷ്ട്രീയ വിളിക്കുന്നുണ്ടാവും. അത് തെറ്റ്. ഹിക്മത്തൻ എന്ന് പറഞ്ഞാൽ തന്ത്രപരമായിട്ടല്ല, ഇൽമോട് കൂടിയായിരിക്കണം. നമ്മൾ ഏതിലേക്കാണോ വിളിക്കുന്നത്, എന്താണോ നമ്മൾ മറ്റുള്ളവർക്ക് പറയുന്നത്, അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഇനി അത് പഠിച്ചാൽ അത് പറയാൻ നിർബന്ധം. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല ഉസൂലുസ് സലാസയുടെ തുടക്കത്തിൽ പറഞ്ഞു, യജിബു അലൈന തഅല്ലുമു അർബഇ മസാഇൽ, 4 കാര്യങ്ങൾ അറിയൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. ഒന്ന് അൽ ഇൽമു, ഇൽമാണ്. ഇൽമു എന്ന് പറഞ്ഞാൽ മഅരിഫത്തുല്ലാഹ് വമഅരിഫത്തു നബിയിഹി വമഅരിഫത്തു ദീനുൽ ഇസ്ലാം ബിൽ അദില്ല. ഇതാണ് ഇൽമു. 2, ഇൽമു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ? അൽ അമലു ബിഹി, അതിനനുസരിച്ച് അമൽ ചെയ്യലാണ്. 3, അദ്ദഅവതു ഇലൈഹി, അത് പിന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കലാണ്. 4, അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അസ്സബ്റു അലൽ അദാ ഫീഹി, അപ്പം ഉണ്ടാവാൻ ചാൻസ് ഉള്ള വാക്കാലോ പ്രവൃത്തിയാലോ ഉള്ള ബുദ്ധിമുട്ടുകളിൽ ക്ഷമ കൈകൊള്ളലാണ്. തെളിവ് വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു, ഈമാനെ ബന്ധപ്പെടുത്തിയത് ഇൽമുമായിട്ടാണ്. വഅമിലുസ് സാലിഹാത്തി അമൽ വതവാസൗ ബിൽ ഹഖ് ദഅവ വതവാസൗ ബിസ്സബ്ർ സബ്ർ. ഈ 4 നിർബന്ധമായും ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ആ ഇൽമോട് കൂടിയാവണം. വൽ മൗഇദത്തിൽ ഹസന, അതാണ് എന്ത്? സിറ്റുവേഷൻ നോക്കി കേൾക്കുന്ന ആളുടെ ഒരു അവസ്ഥ പരിഗണിച്ച് എന്ത് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുക, എങ്ങനെ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുക, ഏത് വിഷയമായി ഇയാൾക്ക് ഇപ്പം ദഹിക്കുക, അതെല്ലാം നോക്കി വൽ മൗഇദത്തിൽ ഹസന, നല്ല വാക്കുകളോടെ നല്ല മധുരമായ ശൈലിയിൽ പറഞ്ഞു കൊടുക്കുക. ഇനി അവർ തർക്കിച്ചാലോ ജാദിൽഹു, ഇങ്ങോട്ട് തർക്കിച്ചാൽ ജാദിൽഹു, നീ അവരോട് തർക്കിച്ചോളെ. പക്ഷെ ബില്ലത്തി, എന്താണോ അവൻ ഇങ്ങോട്ട് പറഞ്ഞത് അതിനേക്കാൾ നല്ല സാധനം നിന്റെ കൈമേലുണ്ട്, അത് വെച്ചിട്ട് തർക്കിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഇവിടെ വേറൊരു അർത്ഥമുണ്ട്. അതായത് ഒരു നസ്രാനി വന്നിട്ട് തർക്കിക്കുമ്പോൾ നിന്റെ ഇഞ്ചിയിൽ ഇങ്ങനെ ഉണ്ടല്ലോ, അത് പറയാൻ നിൽക്കണ്ട. ഒരു ജൂതം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തൗറാത്തിലുണ്ടല്ലോ, ഇതാ ഖുർആനിൽ ഇങ്ങനെ ഉണ്ടല്ലോ. കാരണം എന്താ അറിയോ? ഇത് വരുന്നതോടുകൂടി ആരോട്ടും പോയി. ഇനി ഇത് ആമ്മാണ്, ഖുർആൻ ആമ്മാണ്. ഇലാ യൗമിൽ ഖിയാമ ഖുർആനിൽ ഇങ്ങനെ ഉണ്ടെന്ന് വിശ്വസിച്ച് വരുന്നവൻ വന്നാ മതി. വമൻ ശാഅ ഫല്യുമിൻ വമൻ ശാഅ ഫല്യക്ഫുർ. ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞോ. നമ്മൾ ഈ ഖുർആനെ മാറ്റി വെച്ചിട്ട് ബൈബിളിലെ ഉദ്ധരണി വായിച്ചു കൊടുത്തിട്ട് കണ്ടോ ബൈബിളിൽ ഇങ്ങനെ ഉണ്ട്, അത് വേണ്ട. അപ്പൊ അപ്പോഴെന്താ അവന് തോന്നുന്നത് അറിയോ? അപ്പം ബൈബിളല്ലേ ബെറ്റർ, അപ്പൊ ഖുർആന് വേണ്ട, തൽക്കാലം ഇവരെല്ലാം ഖുർആൻ മാറ്റി വെച്ചിട്ടാ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈബിളും തൗറാത്തും അറിയാത്ത ആളല്ല. ജിബ്രീൽ കൃത്യമായിട്ട് വന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷെ ദഅവത്തെല്ലാം എന്തോന്നിട്ടാ? ഖുർആൻ ആയത്ത് ഓതിയിട്ടാണ്. ആകെ പറഞ്ഞ വാക്ക് എന്താണ്? തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈഅ. ഇതാണ് ആ 2 ഗ്രന്ഥം വെച്ചിട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, തൗഹീദും ശിർക്കും. അതിൽ നമ്മൾ രണ്ടും ഒന്നാണ്, അതിലേക്ക് വന്നോളി. ബാക്കി പറഞ്ഞു കൊടുത്തില്ല. മാത്രമല്ല അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി, ദുൽഖർനൈനെ പറ്റി, റൂഹിനെ പറ്റിയൊക്കെ വന്നിട്ട് ചോദിച്ചല്ലോ. ഏത് മക്കത്തെ ജൂതന്മാരും മക്കത്തെ മുശ്രിക്കും കൂടി യോജിച്ചിട്ട് എന്താ പറഞ്ഞേ?
ഇഞ്ചിയിൽ അങ്ങനെ പറയുന്നുണ്ട്, തൗറാത്തിൽ ഇങ്ങനെ ഉണ്ട് എന്നല്ല ജിബിൽ വന്നിട്ട് ഓതി കൊടുത്തത്. ഫസ്റ്റ് ഓതി കൊടുത്തെന്താ അറിയോ? വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലു ദാലിക ഗദൻ ഇല്ലാ അയ്യശാ അല്ലാഹ്. 15 ദിവസം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിമുട്ടിയത്. കാരണം ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. നാളെ പറഞ്ഞുതരാന്ന് പറഞ്ഞു വിട്ട്, നാളെയായി, മറ്റന്നാളായി, അതിന്റെ 15 ദിവസം വഹി കിട്ടിയില്ല. പിന്നെ ജിബ്രീൽ വന്നപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, യാ ജിബ്രീൽ, ഞാനിവിടെ ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ കാണുന്നില്ലേ, നീ എന്താ വരാത്തത്? അപ്പോഴടുത്ത ആയത്ത് വന്നു, വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്. മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ റബ്ബിന്റെ അനുമതി പ്രകാരമല്ലാതെ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റൂല. അള്ളാഹു അയക്കണം, എന്നാലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. വമാ കാന റബ്ബുക നസിയ്യ, എന്നാലും അള്ളാഹു മറക്കുന്ന ആളല്ല, മറന്നിട്ടില്ല, മറുപടി കിട്ടും. 15 ദിവസം കഴിഞ്ഞപ്പോ സൂറത്തുൽ കഹ്ഫ് വന്നു. അസ്ഹാബുൽ കഹ്ഫിന്റെ പിന്നെ ഇത് അബൽ ഫിത്യതു മിനൽ കഹ്ഫിന്റെ തുടക്കം എന്താ? അതിന്റെ തുടക്കത്തിലായിട്ട് എന്താണ്? അസ്ഹാബുൽ കഹ്ഫിന്റെ ആ സംഭവം പറഞ്ഞു തുടങ്ങുന്നില്ലേ? നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം. അതിറങ്ങിയത് അപ്പൊ പറഞ്ഞു കൊടുത്തു. അപ്പൊ പറഞ്ഞു കൊടുക്കുന്നത് എന്താ? ഇഞ്ചിയിലും തൗറാത്തിലും അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാ അല്ല, റസൂലുള്ളാഹി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാണ് ഖുർആൻ ഓതിയിട്ട്, അവൻ ഇതരാണ്. പിന്നെ വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദ്. ഇവിടെ തൗറാത്തിൽ ഇഞ്ചിയിലും പറഞ്ഞൊന്നും പറയുന്നില്ല. പിന്നെ വയസ്അലൂനക അൻ റൂഹ് ഖുൽ അർറൂഹു മിൻ അംരി റബ്ബി. ഖലാസ്, ഇത്രയും കഴിഞ്ഞു. ഇവിടെ തൗറാത്തും ഇല്ല, ഇഞ്ചിയിലും ഇല്ല. ഇത് ആവശ്യമില്ല. കാരണം നമ്മുടെ മുമ്പിൽ ഇതിനെ കവച്ചു വെക്കുന്ന ഒരു സാധനം ദുനിയാവിൽ വേറെ ഇല്ലല്ലോ. ഇത് പറയും പോലെ ഒരുത്തരും വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ വിശ്വസിച്ചോട്ടെ, ഇല്ലേ വരേണ്ട കാര്യമില്ല. ഖുറൈശികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് പലതും ആവശ്യപ്പെട്ടു. ഒരു മനുഷ്യനെ നമ്മളെ ഹിദായത്തിലാക്കേണ്ടത്, പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മളിപ്പോ മാർക്കറ്റിൽ വരുന്നു, നമ്മളെ പോലെ തിന്നു, നമ്മളെ പോലെ കുടിക്കുന്നു, ഇതെന്ത് റസൂലാണ്? ഒരു മലക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അപ്പോഴൊക്കെ അള്ളാഹു പറഞ്ഞെന്താണ്? ദുനിയാവില് മലക്കളല്ലല്ലോ, മനുഷ്യന്മാരല്ലേ. മലക്കുകളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? മലക്കളെ. എന്നിട്ട് പിന്നെ പറയാണ്, പിന്നെ നമ്മളിങ്ങനെ വിശ്വസിക്കാം, ഒരു കാര്യം ചെയ്യും, നിനക്ക് ഇവിടെ മക്കത്ത് ഒരു പുഴ, നദി എന്നൊഴുക്കി കാണിച്ചതാ. അതല്ലെങ്കിൽ നിനക്കൊരു മുന്തിരിയുടെയും അതേപോലെ ഈത്തപ്പഴത്തിന്റെയും തോട്ടം നീ മക്കത്ത് ഉണ്ടാക്കി കാണിച്ചത്. അന്ന് മക്കത്ത് ഇതൊന്നുമില്ല, ഒരു പുല്ലുപോലും ഇല്ല. അതിന്റെ ഇടയിലൂടെ നദികളൊക്കെ ഒഴുകുന്ന മനോഹരമായ ഒരു തോട്ടം. അതല്ല, നിനക്ക് ഒരു സ്വർണത്തിന്റെ വീട്. നിന്റെ വീടിന് ഓനമെന്ന വീടല്ലേ, ഈ വലിയ റസൂലാണെങ്കിൽ ഒരു സ്വർണത്തിന്റെ വീട് ഉണ്ടാക്കി കാണിച്ചതാ. അതല്ലെങ്കിൽ നീ പറയാറുണ്ടല്ലോ ആകാശത്തിന്റെ അതാബ് വരുമെന്ന്. ആകാശത്തിന്റെ കഷ്ണം പൊട്ടിയിട്ട് നമ്മളെ തലമ വീണോട്ടെ. അല്ലെങ്കിൽ നീ ആകാശത്തിലേക്ക് കേറിപ്പോ. അങ്ങനെ 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 പറയുന്നത് ഇതെല്ലാം പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, നബിയെ നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ മതി, ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശറൻ റസൂലാ. സുബ്ഹാന റബ്ബി, എന്റെ റബ്ബത്തെ പരിശുദ്ധനാണ്, ഞാനൊരു മനുഷ്യനായ റസൂൽ മാത്രമാണ്, എനിക്ക് ഇങ്ങനത്തെ കഴിവുണ്ട്. അത് ഇപ്പോഴത്തെ സമസ്യക്കാർക്കാ വന്നതെങ്കിൽ എത്ര കറാമത്ത് വന്നിട്ടുണ്ടാവും അറിയോ? എത്ര പുസ്തകം വന്നിട്ടുണ്ടാവും, എത്ര പ്രസംഗം വന്നിട്ടുണ്ടാവും. റസൂലുള്ളാഹിയുടെ മറുപടി എന്താ? ഞാൻ ഒരു മനുഷ്യനാണ്, ഒരു റസൂലായ ഒരു മനുഷ്യനാണ്, എനിക്ക് അങ്ങനത്തെ കഴിവൊന്നുമില്ല എന്ന് പറയാൻ. നബിയെ വേണ്ടവും വിശ്വസിച്ചാൽ മതി, ഇല്ലാത്തവും വിശ്വസിക്കണ്ട. പറയുന്നത് പറഞ്ഞു കൊടുക്കുക. ഞാൻ ആർക്കാണോ ആയത്തിന്റെ അവസാനം നോക്കിയേ, ഇന്ന റബ്ബക ഹുവ അഅലം, നിന്റെ റബ്ബിന് അറിയാം, ബിമൻ ളല്ല അൻ സബീലി, ആരാണ് പിഴച്ചു പോകുന്നത്, വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ഹിദായത്ത് ആർക്കാ കിട്ടുക, അത് നിന്റെ റബ്ബിന് അറിയാം. നിങ്ങളുടെ ജോലി പറഞ്ഞു കൊടുക്കുക. ആരെയും പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പാടില്ല. ഇക്റാഹ ഫിദ്ദീൻ. പക്ഷെ ആ ഇക്റാഹു ഉണ്ട് എവിടെയെന്നറിയും? മതത്തിൽ ബലാത്കാരമില്ല എന്നല്ല അർത്ഥം പറയാ. ആ ബലാത്കാരമുണ്ട് നമ്മളിപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഈ സമസ്തക്കാരെന്ന മുശ്രിക്കുകളോട്. കാരണം അവർ ജനിക്കുന്ന ഇസ്ലാമിലാണ്, എന്നിട്ട് രിദ്ദത്തായതാണ്. അവരോട് ബലാത്കാരമായിട്ട് തിരിച്ചു വരാൻ കൽപ്പിക്കേണ്ടതുണ്ട്. ബലാത്കാരമില്ലാത്തത് അശ്ലീയായ കാഫറിനോടാണ്. നമ്മുടെ അയൽപ്പക്കത്തുള്ള ബാലകൃഷ്ണൻ, ഓനോട് വേണമെങ്കിൽ വന്നാൽ മതി,
ഇതാണ് കാര്യം എന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ അയൽപക്കത്തുള്ള ഷെയ്ഖിന്റെ വണ്ടിയിൽ പത്തിരി കൊണ്ടുവന്ന അബ്ദുള്ള ഹാജി നിർബന്ധമായും പറഞ്ഞു കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അവിടെ എന്തുണ്ട്? പക്ഷെ ഇത് ഇന്ത്യ ആയതുകൊണ്ട് വേറെ നിയമങ്ങളൊന്നുമില്ല. ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ ഈ ബാലകൃഷ്ണന് വെറുതെ വിടും, ബാലകൃഷ്ണൻ മരിച്ചിട്ടങ്ങ് പോകും. ഈ അബ്ദുള്ള ഹാജിനെയോ പിടിച്ചു വലിച്ചു കൊണ്ടുവരും, തൂബ ചെയ്യാൻ ആവശ്യപ്പെടും, എന്നിട്ടും വരുന്നില്ലെങ്കിലോ പരിപാടി കഴിയും. ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ഇന്ത്യ രാജ്യത്തുള്ള കഥ പറയുന്നല്ലേ ഇതിലെല്ലാം ദുർവ്യാഖ്യാനിക്കൂ. ഞാൻ മടക്കേരിയിൽ നിന്റെ അടുത്ത് നിസ്കാരം ഒഴിവാക്കുന്ന ഒരു കടുപ്പത്തെ പറ്റി സംസാരിച്ചു. നിസ്കാരം ഒഴിവാക്കിയാലുള്ള ശിക്ഷ, കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തമായ നസ്സാണ്. നിസ്കാരം ഒഴിവാക്കിയവൻ ആരാണ്? കാഫിറാണ്. അപ്പൊ കാഫിറായി കഴിഞ്ഞാൽ കുറെ ഫത്വകളും ഞാൻ വായിച്ചു, ബിൽബാസിന്റെ ഒക്കെ ഫത്വകൾ. അതായത് നിസ്കാരം ഒഴിവാക്കുന്ന ഭർത്താവിന് കൂടെ നിർത്താൻ പറ്റൂല, ആ ഭാര്യയ്ക്ക് അയാൾ ഒഴിവാക്കാൻ തലാക്ക് ആവശ്യപ്പെട്ടേ പറ്റുള്ളൂ. ഒരുത്തരം വീട്ടിലെ പ്രശ്നമാക്കി ഓ നിസ്കരിക്കില്ല. ഓ പ്രശ്നമാക്കി എന്താ അറിയോ? സെൽഫി പള്ളിയിലെ ഇമാമ് ഭാര്യനെയും ഭർത്താവിനെയും പ്രശ്നമാക്കുന്നുണ്ട്, ഭാര്യനെ തെറ്റിപ്പിക്കാൻ വേണ്ടി. അതേപോലെ നിസ്കരിക്കാത്ത ആൾ കൊല്ലണമെന്ന് പറയുന്നുണ്ട്. ഞാൻ കേസ് കൊടുക്കാൻ പോവാണ്. നമ്മൾ കേസ് കൊടുത്തോ, നമുക്കിതാ പറയുന്നത്, ദീനിന്റെ നിയമം ഇതാണ്. നമ്മൾ ഇന്ത്യന്റെ നിയമത്തെ പറ്റി പറഞ്ഞതല്ല, കിതാബിലുള്ള നിയമം ഇതാണെന്ന് പറഞ്ഞതാണ്. അങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. അതുകൊണ്ട് മുർത്തദ്ദിനെ കൊല്ലണം എന്ന് പറഞ്ഞ ഇന്ത്യ രാജ്യത്തല്ല, ഇസ്ലാമിക ഖിലാഫത്തുള്ള രാജ്യത്താണ്. ബലാത്കാരമായി അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. ആരെ? വന്നിട്ട് പോയ ആൾക്കാരെ. എന്നാൽ അസ്ലം കാഫിറാണ്, അവർക്കൊരു ഇക്റാഹും ഇല്ല, വേണമെങ്കിൽ മതി. അപ്പൊ അവരെ ദഅവത്ത് ചെയ്യലും ഇസ്ലാമിനോട് അവർക്ക് ആഗ്രഹമുണ്ടാവുന്ന തരത്തിൽ അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തലും അവരോടുള്ള നിർബന്ധമായ ഹക്കിൽപ്പെട്ടതാണ്. അതേപോലെ ഒരു മുസ്ലിമും കാഫറും അങ്ങോട്ടും ഇങ്ങോട്ടും നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട മര്യാദകളിൽ മറ്റൊന്നാണ്, അവരോട് എന്തെങ്കിലും വഅദ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കണം. എന്തെങ്കിലും വഅദ മീൻസ് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണം. അത് കാഫിറല്ലേ, അതുകൊണ്ട് പാലിക്കേണ്ട കാര്യമില്ല, അതിന് ശിക്ഷ കിട്ടൂല. മുസ്ലിം ആണെങ്കിലും കാഫിർ ആണെങ്കിലും പാലിച്ചിരിക്കണം. കാരണം അവരുടെ ശരീരം, അവരുടെ അഭിമാനം, അവരുടെ സ്വത്ത്, ഇതൊരു മുസ്ലിമിൻ്റെത് മറ്റൊരു മുസ്ലിമിന് എത്രത്തോളം പവിത്രമാണോ അതേപോലെ അവരുടേതും ഇസ്ലാമിക രാജ്യത്ത് താമസിക്കുന്ന കാഫറിന്റെ ഒരു മുസ്ലിമിന്റെ മേൽ പവിത്രമാണ്. ഇസ്ലാമിക രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് എല്ലാവരും ഒരുമിച്ചുള്ളതാണാവുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ അഭിമാനവും നമ്മുടെ സ്വത്തും നമ്മളുടെ രക്തവും എത്ര സംരക്ഷിക്കുമോ അതേപോലെ നമ്മളെ കൂടെയുള്ള കാഫിറിനെയും സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു പറഞ്ഞു, അങ്ങോട്ട് ഇങ്ങോട്ട് നല്ലതാണെങ്കിൽ അങ്ങോട്ട് നല്ലതായിട്ട് തന്നെ നിൽക്കണം. എന്നാൽ അവര് നമ്മളെ ചതിക്കും വഞ്ചിക്കും എന്ന് ഭയപ്പെട്ടാൽ ഒഴികെ, നമുക്ക് എന്തെങ്കിലും ചതിവോ വഞ്ചനയോ അവര് കാണിക്കാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടാൽ അവിടെ ഒതുങ്ങിക്കൊടുക്കാനല്ല പറഞ്ഞത്, മറിച്ച് അവരോടുള്ള അഹദ്, കരാറ് ബാത്തിലായിരിക്കും. ഇനി എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. എന്തെങ്കിലും ഒരു ചതിയോ വഞ്ചനയോ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് നിങ്ങൾക്ക് മണത്താൽ അവരോടുള്ള കരാറ് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുക. അള്ളാഹു ചതിയന്മാരെ ഇഷ്ടപ്പെടുന്നില്ല. കാഫിർ മാത്രമല്ല, അതൊരു മുസ്ലിം ആണെങ്കിലും ചതി അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഒരു മുസ്ലിമിനോട് നമ്മളെ ചതിക്കൂന്ന് കണ്ടാൽ നമ്മൾ എന്താ ചെയ്യാം? അതേപോലെ ഒരു കാഫിറിനോട് നമ്മളെ ചതിക്കൂന്ന് കണ്ടാൽ നമുക്ക് ചെയ്യാം. ഇല്ലേ, വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. ഇതാണ് നവാഖിദുൽ ഇസ്ലാമിൽ 8ാമതായി പറയപ്പെട്ടിട്ടുള്ള സംഭവവും അതിന്റെ മസലകളും. ഇനി 9ാമത്തത് ഒന്ന് വായിച്ചു വെക്കാം, അതിന്റെ ശറഹ് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് പറയാം. ഖാല അൽ മുഅല്ലിഫ് റഹിമഹുല്ലാഹ്
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല പറയുന്നു, അത്താസിഉ, ഒമ്പതാമത്തത്, അത് ഇന്നുള്ളതാട്ടോ, നിലവിലുള്ളതാണ്. മൻ, ഒരുത്തൻ, ഇഅ്തഖദ, അവൻ വിശ്വസിക്കുന്നു, അന്ന ബഅദൻ നാസി, ജനങ്ങളിൽ ചിലർ, ലാ യജിബു അലൈഹി, അവർക്ക് നിർബന്ധമല്ല, ഇത്തിബാഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യാൻ. വഇന്നമാ യസഉഹു, അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, അൽ ഖുറൂജു മിൻ ശരീഅത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തിൽ നിന്ന് പുറത്തു പോകൽ. റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് എന്ത് ചെയ്യണ്ട, ഇത്തിബാഅ് ചെയ്യേണ്ട കാര്യമില്ല. ശരീഅത്തിന്റെ നിയമം അവർക്ക് ഇപ്പൊ ബാധകമല്ല ചില ആളുകൾക്ക് എന്നൊരുത്തൻ വിശ്വസിച്ചാൽ. ഏതുപോലെ, കമാ വസഅൽ ഖദിറ അൽ ഖുറൂജു മിൻ ശരീഅത്തി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്ത് ഖിദ്ർ നബി അലൈഹിസ്സലാമിന് ബാധകമാവാത്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ പലതും ഇന്ന് ജീവിച്ചിരിപ്പുള്ള പലർക്കും ബാധകമല്ല എന്നൊരുത്തൻ വിശ്വസിച്ചാൽ ഫഹുവ കാഫിറുൻ, അവൻ കാഫിറാണ്. ഏതാണെന്നുള്ള ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ പറയാം. അല്ലാഹു കാര്യങ്ങളെ മനസ്സിലാക്കി സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ള തൗഫീഖ് തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.